അങ്ങനെ കോഴിക്കോട് നിന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണൂർക്ക് പുറപ്പെട്ടു. കൊയിലാണ്ടി കഴിഞ്ഞാൽ വളരെ മോശം റോഡും നല്ല ട്രാഫിക്കൊക്കെ എല്ലാമായിരുന്നു. പിന്നെ നാദാപുരം ഏകദേശം കഴിയുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഹൈവേ വീണ്ടും കിട്ടുന്നത്. ആ ഹൈവേയുടെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഹൈവേ ഒരു ടൗണും ടച്ച് ചെയ്യില്ല. തലശ്ശേരി ആണെങ്കിലും മാഹി നമ്മുടെ കണ്ണൂർ ടൗണൊന്നും ടച്ച് ചെയ്യില്ല. നേരെ അത് പിന്നെ പഴശ്ശിനിക്കടവിലേക്കുള്ള റോഡിലേക്കാണ് വരുന്നത്. നമ്മളൊരു 6 മണി ആവാറായപ്പോഴേക്കും പഴശ്ശിനിക്കടവ് എത്തി. 10 മണിക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് പുറപ്പെട്ടിട്ട് ഉച്ചയ്ക്ക് കോഴിക്കോട് 1 മണിക്കൂർ ലഞ്ച് കഴിക്കാൻ മാത്രമേ ബ്രേക്ക് എടുത്തുള്ളൂ. നമ്മൾ അമ്പലത്തിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് റൂം എടുത്തിരുന്നത്. അമ്പലത്തിൻ്റെ അവിടെ നിന്നൊരു 20-30 സെക്കൻഡ് മാത്രം നടന്നാൽ മതി ആ പ്രോപ്പർട്ടിയിലേക്ക്. നല്ല സൗകര്യമാണ്. തിരക്കിലേക്കൊന്നും പോവാതെ നമുക്ക് തൊഴുത് നേരെ തിരിച്ചും ഹോട്ടലിലേക്ക് വരാം. അത്ര സൗകര്യമാണ് ഇവിടെ റൂം എടുത്താൽ. നമ്മൾ കോട്ടേജാണ് എടുത്തത്. റൂം ഫുള്ളായിരുന്നു. നമ്മൾ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നപ്പോഴും ഈ കോട്ടേജ് തന്നെയാണ് എടുത്തത്. കോട്ടേജ് എടുത്താൽ കുറച്ചധികം മെമ്പേഴ്സ് ഉണ്ടെങ്കിലും സുഖമായിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോട്ടേജ് എടുത്തത്. കോട്ടേജിൽ ഒരു ചെറിയ സിറ്റ് ഔട്ട്, പിന്നെ ഒരു ചെറിയ ഹാള്, അതിൽ ഒരു ദിവാൻ കോട്ടും കസാര, ടീപ്പോയി, TV എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബെഡ്റൂമിലാണെങ്കിൽ 2 നല്ല വലിയ ബെഡും AC, ഡ്രസ്സിങ് ടേബിൾ വിത്ത് മിറർ, പിന്നെ ഒരു ചെയറുണ്ട്, പിന്നെ ഒരു അലമാരി ഉണ്ട്, അവിടെ ഫാനുണ്ട്. പിന്നെ ബാത്റൂമാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബാത്റൂമാണ്. ഈ പ്രോപ്പർട്ടി കുറച്ച് പഴക്കം ചെന്നാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ നമുക്കിവിടെ കാണാമെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മൾ അമ്പലത്തിലേക്ക് വൈകുന്നേരം പോയി. പക്ഷെ നല്ല തിരക്കായിരുന്നുകൊണ്ട് വെള്ളാട്ടം എന്നുള്ള ചടങ്ങ് ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ അവിടുന്ന് നേരെ കണ്ണൂർ തന്നെയുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ സ്ത്രീകൾക്ക് അത്താഴപൂജ കഴിഞ്ഞ് ഒരു 7-7:30 കൂടിയിട്ടാണ് നാലമ്പലത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് കാണാമെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയി അവിടെ പ്രാർത്ഥിച്ച് തിരിച്ച് വരുമ്പോൾ ഇവിടെ രാത്രി കാല ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. തിരക്ക് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ചടങ്ങ് നല്ല രീതിയിൽ കാണാൻ പറ്റി. നടയിലൊക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലെ ഭക്ഷണം അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്ത് തന്നെയുള്ള ചെറിയ ഹോട്ടലിൽ ഭക്ഷണം കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷം പിറ്റേ ദിവസം 5:30 മുതൽ വെള്ളാട്ടവും തിരുവപ്പനയും ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പരമശിവനെയും മഹാവിഷ്ണുവെയും പ്രതിനിധാനം ചെയ്യുന്ന തെയ്യക്കോലത്തിൻ്റെ ഒരു ചടങ്ങാണത്. അപ്പോൾ 2 പേരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പിൻ്റെ ചടങ്ങ് കാണാമെന്നുള്ള രീതിയിൽ നമ്മളൊരു 7:30 കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്. തിരക്കുണ്ടായിരുന്നെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മുത്തപ്പന്മാർക്ക് ദക്ഷിണ കൊടുക്കാനും നടയിൽ നിന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും പറ്റി. അപ്പോൾ അതിനുശേഷം നമ്മളവിടുത്തെ പ്രസാദമായിട്ടുള്ള പയറ് വേവിച്ചത്, തേങ്ങാക്കൊത്തും ചായയും കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിരക്കാണ്. അത് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കണം. ഹോട്ടല് നമുക്ക് 10 മണിക്കാണ് വെക്കേറ്റ് ചെയ്യേണ്ടത്. 11 മണിക്കാണ് ചെക്ക് ഇൻ ടൈം ആയിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്.